നന്നേ ചെറുപ്പത്തിൽ ഒരു വൈദികനാകണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നീട് വളർച്ചയുടെ നാൾവഴികളിൽ ആ ആഗ്രഹങ്ങളൊക്കെ ഇരുൾമൂടിപ്പോയതായിട്ട് ആണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുക. ഒരു ശ്രമമായിരുന്നു, എങ്ങനെ വൈദികനാകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അന്നപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നിരുന്നാലും ഒന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആശ്രമത്തിൽ ചേർന്നത്. ഈ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു വാഹന അപകടം എനിക്ക് ഉണ്ടായി. ഞാൻ ആ വാഹനത്തിനുള്ളിൽ ഇങ്ങനെ വണ്ടി കരണം മറിഞ്ഞ് അതിൻ്റെ വീല് മേളിലോട്ടായി. ഞാൻ താഴെ ആ വണ്ടിക്കകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം. ആ ഡ്രൈവർ മിക്കവാറും പോയി കാണും, അദ്ദേഹം ഉണ്ടാകത്തില്ല എന്നുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാം. എൻ്റെ പേര് ഫാദർ ജോസഫ് വരമ്പുങ്കൽ OAC. സാധാരണയായിട്ട് അറിയപ്പെടുന്നത് ദിവിനച്ചൻ എന്നാണ് അറിയപ്പെടുക. ഞാൻ സീറോ മലബാർ സഭ അംഗമാണ്, ചങ്ങനാശ്ശേരി അതിരൂപത. എൻ്റെ ഇടവക കരിമ്പനക്കുളം ഇടവകയാണ്. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലെ ബഥനി സന്യാസ സമൂഹത്തിൽ വൈദികനായിട്ട് ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നു. എൻ്റെ ദൈവവിളിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുക. നന്നേ ചെറുപ്പത്തിൽ ഒരു വൈദികനാകണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ ചെറുപ്പകാലത്ത് എനിക്കുണ്ടായിരുന്നു. പിന്നീട് വളർച്ചയുടെ നാൾവഴികളിൽ ആ ആഗ്രഹങ്ങളൊക്കെ ഇരുൾമൂടിപ്പോയതായിട്ട് ആണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുക. പിന്നീട് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവവിളി ക്യാമ്പുകളെക്കുറിച്ചും അച്ഛന്മാരാകുന്നതിനെക്കുറിച്ചൊക്കെ പലരും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, തിരുവല്ലയിൽ ഒരു ദൈവവിളി ക്യാമ്പുണ്ട്, ഞാൻ തന്നെയുള്ളൂ, നീയും കൂടെ ഒന്ന് കൂടെ വരാവോ എന്ന് ചോദിച്ചു. ഞാൻ ഓർത്തു, ഈ അവധിക്കാലത്ത് ചുമ്മാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നതിന് ഭേദമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു, നിനക്ക് കൂട്ട്, ഞാനും വരാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു ദൈവവിളി ക്യാമ്പ് തിരുവല്ലയിൽ മൈനർ സെമിനാരിയിൽ അറ്റൻഡ് ചെയ്തു. ആ ദൈവവിളി ക്യാമ്പ് കഴിഞ്ഞു. ഞാൻ പഠനത്തിൽ നല്ല നിലവാരം പുലർത്തുന്നതുകൊണ്ട് എനിക്കവിടെ തുടരാൻ പറ്റിയില്ല. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഞാൻ കൂട്ടുപോയ ആൾ അവിടെ നിൽക്കുകയും ഞാൻ തിരിച്ച് വരികയും ചെയ്തു. പിന്നീട് ഒരു വർഷം തികയുന്നതിന് മുമ്പേ ഞാൻ കൂട്ടുപോയ ആൾ സെമിനാരിയിൽ നിന്ന് തിരിച്ചു വരികയും വീണ്ടും ഞാൻ സെമിനാരിയിലേക്ക് പോവുകയും ബഥനി ആശ്രമത്തിലേക്ക് കടന്നു വരികയും ബഥനി എന്നെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ബഥനിയിലെ എൻ്റെ നല്ല ഗുരുക്കന്മാരും എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ എൻ്റെ ഈ ദൈവവിളിയെ കണ്ടെത്താനും എൻ്റെ ദൈവവിളിയെ പരിപോഷിപ്പിക്കാനും ബഥനി ആശ്രമസ്ഥർ എനിക്കൊപ്പം നിന്നു. അങ്ങനെ ഒരു ശ്രമമായിരുന്നു, എങ്ങനെ വൈദികനാകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അന്നപ്പോൾ എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നിരുന്നാലും ഒന്ന് നോക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ ആശ്രമത്തിൽ ചേർന്നത്. അങ്ങനെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ദൈവവിളി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഉറപ്പിക്കാതെ തന്നെയാണ് ഞാൻ ആശ്രമത്തിൽ ചേരുന്നത്. സെമിനാരിയിൽ ചേർന്നു. അതിനുശേഷം അപ്പം വീട്ടുകാർക്കും വലിയ ഉറപ്പില്ല. അതുപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത്, ഞാനൊന്ന് സെമിനാരിൽ പോയി നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മക്കൾ, ഞാൻ മാത്രമേ ഉള്ളൂ, ആണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതുകൊണ്ട് നോക്കാൻ പോകുന്നതുകൊണ്ട് വീട്ടുകാർക്ക് ആ സമയത്ത് ഒരു എതിർപ്പുമില്ല. പിന്നീട് സെമിനാരിയിൽ ആശ്രമത്തിൽ ചേർന്ന് 5-6 മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം വീട്ടുകാരിൽ ഉടലെടുത്തു. എൻ്റെ അമ്മ ഈ ഒരു ജീവിതത്തിന് എനിക്ക് വലിയ പ്രോത്സാഹനമായിരുന്നു. പ്രാർത്ഥനയുടെ പിന്തുണ മമ്മി എപ്പോഴും തരുമായിരുന്നു. എന്നാൽ കാലങ്ങൾ കഴിയും തോറും എൻ്റെ പിതാവിന് ഞാൻ ഈ ഒരു ആശ്രമ ജീവിതം തിരഞ്ഞെടുത്തതിൽ അല്പ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ആദ്യ വർഷം തന്നെ എന്നെ സെമിനാരിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും മമ്മിയുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും പപ്പായുടെ ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിച്ചു. പിന്നീട് രണ്ടുപേരും എൻ്റെ ഈ ആശ്രമ ജീവിതത്തിന് വലിയ പ്രോത്സാഹനവും പ്രാർത്ഥനയുമായി എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ സഹോദരിയും എൻ്റെ ഈ ജീവിതത്തിന് ഒത്തിരി സഹായകമായി അവളുടെ വാക്കുകളും പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളും ഒക്കെ. ഞാൻ സെമിനാരിയിൽ ചേർന്ന് കഴിയുമ്പോൾ ജീവിതത്തിൽ ഓരോ വർഷങ്ങളും എൻ്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. കാരണം കുടുംബം, സഹോദരി, അവരെയൊക്കെ നോക്കണം. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞത് ഒരു സാധാരണ കുടുംബമാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ കുടുംബത്തെ നോക്കേണ്ട വലിയ ഉത്തരവാദിത്വമൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതിനെക്കുറിച്ച് പരിശീലനത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷവും ഞാൻ ഓർക്കും, ഒരു വർഷം കൂടെ നിൽക്കാം, അടുത്ത വർഷം, അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷെങ്കിൽ ഇവിടെയൊക്കെ വേദനകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവകരത്തിൽ ആശ്രയിക്കാനുള്ള ഒരു വലിയ ആശ്രയബോധം എനിക്ക് ഈ പരിശീലന കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ജീവിതത്തിൽ മുമ്പോട്ട് പോയത്. ബഥനിയുടെ ആ കൂട്ടജീവിതം, ആ പ്രാർത്ഥനാ അന്തരീക്ഷം, അത് എന്നെ തന്നെ രൂപപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. പരസ്പരമുള്ള ഒരു കരുതൽ, ഒരു സ്നേഹം ബഥനിയുടെ മുഖമുദ്രയായിട്ട് ഞാൻ ആ കാലഘട്ടങ്ങളൊക്കെ ആസ്വദിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും അതിൽ എൻ്റെ ദൈവവിളിയെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്യാൻ എനിക്ക് സാധിച്ചു. നീണ്ട 14 വർഷക്കാലത്തെ പരിശീലനത്തിന് ഇടയിൽ ഒരു വേള ഞാൻ ചിന്തിച്ചു, എനിക്ക് ഈ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അതിൻ്റെ ഫലമായി ഞാൻ പൂനെയിൽ നിന്ന് എൻ്റെ പിതാവിനെ വിളിക്കുകയും പപ്പയോട് ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത്: പപ്പ, ഞാൻ ഈ ജീവിതം നിർത്തുകയാണ്, എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പപ്പയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: മോനെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മമ്മിയുടെ കാര്യങ്ങളെക്കുറിച്ച് മോനൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞു. ആ വാക്കുകളിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരിക്കൽ എന്നെ തിരിച്ച് വിളിക്കാൻ ആഗ്രഹിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന എൻ്റെ പിതാവ് ഞാൻ ഒരു വൈദികനാകണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു എന്ന ഒരു സ്വരമാണ് എനിക്കതിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് ഞാൻ ചാപ്പലിൽ വന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പപ്പ പറഞ്ഞ ഈ വാക്കുകളും എൻ്റെ മമ്മിയുടെ ആ വലിയ പ്രാർത്ഥന എന്നെ ഈ വൈദിക ജീവിതത്തിലേക്ക്, ഞാൻ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്ന നിമിഷങ്ങളിൽ മമ്മി വളരെ സന്തോഷിച്ചിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ ചിന്തകൾ ഒക്കെ എൻ്റെ മനസ്സിനെ ഒത്തിരി സ്വാധീനിച്ചു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, എന്നെ എൻ്റെ ഈശോയ്ക്ക് വേണം. അവരുടെ ആ സ്വരങ്ങളിലൂടെ എനിക്ക് തമ്പുരാൻ്റെ സ്വരമാണ് തിരിച്ചറിയാൻ സാധിച്ചത്. പിന്നീട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഞാൻ അൾത്താരയുടെ അരികിലേക്ക് കടന്നു ചെന്ന് ബലിപീഠത്തിൽ ആശ്രയിച്ച് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഈശോ
ഇടപെട്ടതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അവിടെയൊന്നും എൻ്റെ ഈശോ എന്നെ കൈവിട്ടിട്ടില്ല. എന്നെ ചേർത്ത് നിർത്തുന്ന വലിയ അനുഭവങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. എൻ്റെ പൗരോഹിത്യ സ്വീകരണവും എൻ്റെ പുത്തൻ കുർബാനയുമൊക്കെ ഏറ്റവും നന്നായിട്ട് നടത്തുവാൻ ഈശോ സഹായിച്ചു. എന്നെ അഭിഷിക്തനാക്കിയത്, എനിക്ക് പൗരോഹിത്യം തന്നത് അഭിനന്ദ്യ ഫിലിപ്പോസ് മാർ സ്തെഫാനോസ് പിതാവാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ആദ്യമായി പട്ടം കൊടുക്കുന്നത് എനിക്കാണെന്നുള്ള ഒരു വലിയ സന്തോഷവും ഞാൻ ഈ തരുണത്തിൽ ഓർക്കുന്നു. പിതാവിനെ നന്ദിപൂർവ്വം ഓർക്കുന്നു. പിന്നീടുള്ള ജീവിത യാത്രകൾ, ഒരുപാട് ദൈവിക അനുഭവങ്ങൾ, തമ്പുരാൻ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ വൈദികനായിട്ട് 12 വർഷത്തോളമാകുന്നു. ഈ കാലയളവിൽ ഞാൻ 3 ദേവാലയങ്ങളിലാണ് വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. ഈ 3 ദേവാലയങ്ങളുടെയും പുനരുദ്ധാര പ്രവർത്തനങ്ങളിൽ ഈശോ എന്നെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ 3 ദേവാലയങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. ഒരു ദേവാലയം പണിത് തീർത്തുക അല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. ആ ദേവാലയത്തിലെ എല്ലാ അംഗങ്ങളിലേക്കും ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്, വലിയ നിയോഗത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ പ്രവർത്തന മേഖലകളിൽ വർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഓരോ ഇടവകയിലെയും അംഗങ്ങളുടെ ആത്മീയമായ എല്ലാ ഉന്നമനത്തിനും അവരോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ആൾക്കാരെ, കുടുംബങ്ങളെയൊക്കെ, ഈശോയെ അറിയത്തില്ലാത്ത ആൾക്കാരെയൊക്കെ ഈശോയിലേക്ക് ചേർത്ത് നിർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്. ബഥനി ആശ്രമം ഹൈസ്കൂൾ ചെറുകുളഞ്ഞിയിലാണ്. ആ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ള സ്കൂളാണ്. കുട്ടികളുടെയൊക്കെ എണ്ണം കുറഞ്ഞു വന്ന ഒരു സമയത്താണ് അവിടെ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്ന് ഏറ്റവും നല്ലൊരു സ്കൂളായിട്ടത് മാറിക്കൊണ്ടിരിക്കുന്നു. 400 കുഞ്ഞുങ്ങളുള്ള ഒരു സ്കൂളിൽ നിന്ന് 1000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്. അങ്ങനെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ ജീവിതത്തിൻ്റെ നേട്ടമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ കടന്നു വന്ന വഴികളിൽ ഒരു ദൈവവിളി ലഭിച്ചതായിട്ടോ അല്ലെങ്കിൽ ദൈവവിളി കിട്ടി ഞാൻ അച്ഛനാകുമെന്നുള്ള ഒരു ഉറപ്പിൻ പുറത്തല്ല ഞാൻ ഈ ആശ്രമത്തിലേക്ക് കടന്നു വന്നത്. ഒരു പരീക്ഷണമായിരുന്നു. എനിക്കാകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം. ആ ചോദ്യത്തിന് ഈശോ എനിക്ക് വ്യക്തികളിലൂടെയും കൂട്ടുകാരുടെയും ഒക്കെ ഈശോ എനിക്ക് പറ്റും എന്നുള്ള ഒരു ഉത്തരം തമ്പുരാൻ തന്ന് ഓരോ ദിവസവും ഓരോ വർഷങ്ങളും ഈശോയുടെ കരം പിടിച്ച് മുമ്പോട്ട് പോയതായിട്ടാണ് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പൗരോഹിത്യ ജീവിതത്തിൽ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ തമ്പുരാൻ നമ്മളെ കയ്യിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വൈദികനായപ്പോൾ ഞാൻ എടുത്ത ആപ്തവാക്യം ഇതാണ്: ഇതാ ഞാൻ എന്നെ അയച്ചാലും. ആ ഒരു വാക്യം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിബന്ധങ്ങളോ ഒക്കെ വരുമ്പോൾ എന്നെ ശക്തിപ്പെടുത്തുന്ന വാക്ക് ഇതാണ്: ഇതാ ഞാൻ എന്നെ അയച്ചാലും. അപ്പോൾ എനിക്ക് അവിടെ തിരിഞ്ഞു നോക്കേണ്ട കാര്യങ്ങളില്ല. എനിക്ക് അവിടെ ഒരു റിസ്ക് ആണെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നില്ല. കാരണം എൻ്റെ മുമ്പിൽ ഈശോ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ് ഓരോ നിമിഷവും എന്നെ നയിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എങ്ങനെ അച്ഛൻ ഈ കൊച്ചു പ്രായത്തിൽ, അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? അതിൻ്റെ ഉത്തരം ഇതാണ്: ഞാൻ ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പൊക്കോ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്.
ധന്യൻ മാർ യോഹന്നാനീസ് പിതാവിനാൽ സ്ഥാപിതമായ ബഥനി ആശ്രമത്തിൽ ഒരു വൈദികനാകുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടെ സമൂഹത്തിൻ്റെ സിദ്ധി എന്നത് തന്നെ ഈശോയെ, അവിടുത്തെ പ്രാർത്ഥനാപരവും കർമ്മപരവുമായ ജീവിതത്തെ അടുത്ത് അനുകരിക്കുക എന്നതാണ്. തീർച്ചയായിട്ടും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ലക്ഷ്യം വെച്ചതും ഈശോയെ കൂടുതൽ അടുത്ത് അനുകരിക്കാനുള്ള ഒരു എളിയ ശ്രമം ആണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ എനിക്ക് പൂർണ്ണത കൈവരിക്കാൻ സാധിച്ചെന്നൊന്നും അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും കിട്ടിയ സാഹചര്യങ്ങളിലൊക്കെ അതിനുള്ള ശ്രമങ്ങളും പരിശ്രമങ്ങളും ഒക്കെ നടത്തി ഇങ്ങനെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുന്നു. അതുപോലെ തന്നെ പിതാവ് സ്വപ്നം കണ്ടിരുന്നത് ഭാരതത്തിലുടനീളം ഈശോയെ അറിയാത്ത മക്കൾക്ക് ഈശോയുടെ സുവിശേഷം പകർന്നുകൊടുത്ത് മലങ്കര സഭയുടെ നവീകരണം എന്നുള്ള ഒരു വലിയ സ്വപ്നമായിരുന്നു പിതാവിൻ്റേത്. അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള വലിയ ആഗ്രഹങ്ങളാണ് എന്നെ ഈ ബഥനിയിൽ തുടരാനും നിലനിൽക്കാനും സഹായിച്ചത്. ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി ദൈവ അനുഭവം, തമ്പുരാൻ നേരിട്ട് ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവങ്ങൾ പലതുണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായി ഒരു വൈദികനായിട്ട് ശുശ്രൂഷ ഏറ്റെടുത്തത് പാത്താമുട്ടം എന്ന സ്ഥലത്ത് ഒരു പള്ളിയാണ്. ഒരു കൊച്ചു പള്ളിയായിരുന്നു ആ ഒരു പള്ളി. അതിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആ ഇടവക വളരെ ചെറിയ ഒരു 10-20 വീട്ടുകാർ മാത്രമുള്ള ഇടവക, സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയിൽ അവിടെ ആ ദേവാലയം നിർമ്മിക്കുമ്പോൾ നാളെ പണിക്കാർക്ക് പൈസ കൊടുക്കാനില്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു കുരിശടിയുണ്ട്. അവിടെ പ്രാർത്ഥന ജപമാലയൊക്കെ ചൊല്ലി ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. ഒരു വ്യക്തി പിറ്റേ ദിവസത്തേക്ക് ആവശ്യമായ പണവുമായിട്ട് കടന്നു വന്ന് അദ്ദേഹം എന്നോട് പറയാൻ, ഞാൻ ഈ ഇടവകയിലെ മുൻ ഒരു അംഗമാണ്, ഇപ്പോൾ ഇവിടെ ഒന്നും ഇല്ല, ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കടന്നു വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള മുഴുവൻ പൈസയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയത് ഇന്ന് ഞാൻ ഒത്തിരി സന്തോഷത്തോടെ ഓർക്കുകയാണ്. ആ ദൈവിക കരുതലിൻ്റെ ആ അനുഭവത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. പരിശുദ്ധ അമ്മ ഇടപെട്ടത്. കാരണം എൻ്റെ ചുറ്റും ഇടവ ജനങ്ങളുണ്ട്. അച്ഛാ നാളെ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അതെൻ്റെ ജീവിതത്തെ ഏറെ സ്പർശിച്ച കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയും മറ്റൊരു കാര്യം ഈ 2-3 മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കാര്യമാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഓരോ നാൾ വഴികളിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആദർശങ്ങളെയൊക്കെ നമ്മുടെ മനസ്സിൽ അപ്പോൾ ഓടി വരണമെന്നില്ല. അപ്പോഴൊക്കെ ഞാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചിന്തിച്ച് സാധാരണക്കാരനെ പോലെ തന്നെ ആകുന്ന ഒരവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരന്തരം ദൈവവുമായിട്ടൊരു കലഹം നടത്തുന്ന മനുഷ്യനായിട്ടാണ് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുക. ചിലപ്പോൾ പിണങ്ങിയിരിക്കാറുണ്ട്, ചിലപ്പം പ്രാർത്ഥിക്കാൻ പോലും തോന്നാതിരുന്നിട്ടുണ്ട്. ദൈവം എന്നെ കൈവിട്ടു എന്നൊക്കെയുള്ള പരാതി പറച്ചിലും പരിഭവം പറച്ചിലും ഒക്കെ നടത്താറുണ്ട്. പിന്നെ ജീവിതത്തിൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തോടുള്ള ഒരു കലഹം, പിണക്കമൊക്കെ ഇങ്ങനെ തുടർന്നു പോകാറുമുണ്ട്. അവിടെയൊക്കെ ദൈവം അവിടത്തേക്ക് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ ഒരു 2 മാസത്തിന് മുമ്പ് ഒരു വാഹന അപകടം എനിക്ക് ഉണ്ടായി. ഞാൻ കോട്ടയത്തു നിന്ന് റാന്നിക്ക് വരുന്ന വഴിക്കാണ് ഈ സംഭവം. ചാമമ്പതാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് എൻ്റെ വാഹനം, എൻ്റെ നിയന്ത്രണം വിട്ടുപോയി ഒരു മൺകൂനയിലിടിച്ച്, ഒരു മതിലിടിച്ച്, ഒരു 2 പ്രാവശ്യം എൻ്റെ വണ്ടി കരണം മറിഞ്ഞ്. ആ ഒരു നിമിഷം, ആദ്യം വണ്ടി കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ എന്നെ ഭയം വല്ലാതെ കീഴടക്കി. ജീവനും മരണത്തിനും ഇടയിലാണ് എന്നുള്ള ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. ആ സമയത്ത് വണ്ടി പാളിപ്പം തന്നെ ആൾക്കാർ വലിയ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. നിലവിളിച്ച്
ഒത്തിരി സ്ത്രീജനങ്ങളാണ് ആദ്യമേ ഓടി വരുന്നത്. അവരെല്ലാം ആ വണ്ടിക്ക് ചുറ്റും നിന്ന് നിലവിളിക്കുകയാണ്. ഞാനിങ്ങനെ വണ്ടിക്കകത്ത് കിടന്ന് ഇങ്ങനെ വണ്ടി കറണം പറയുമ്പോൾ താഴെ മേളിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടിച്ചും എറിഞ്ഞും ഒക്കെ ആയിട്ട് വണ്ടിക്കകത്ത് കിടക്കുകയാണ്. പെട്ടെന്ന് ഇനി എനിക്കൊരു ജീവിതമില്ല എന്നുള്ള രീതിയിൽ ഞാൻ കണ്ണ് അടച്ച്, കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ആ നിമിഷമൊക്കെ ഉണ്ടായത്. ഞാൻ ആ വാഹനത്തിനുള്ളിൽ ഇങ്ങനെ വണ്ടി കരണം മറിഞ്ഞ് അതിൻ്റെ വീല് മേളിലോട്ടായി, ഞാൻ താഴെ ആ വണ്ടിക്കകത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥ പറഞ്ഞറിയിക്കുക അത്ര എളുപ്പമായ കാര്യമല്ല. ആ ഒരു നിമിഷം എൻ്റെ വണ്ടിക്കുള്ളിൽ ഒരു മാതാവിൻ്റെ ഒരു ചെറിയ രൂപമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഏതായാലും അമ്മയൊന്ന് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ കണ്ണ് തുറന്ന് ആ രൂപത്തിൽ നോക്കി. പിന്നെ ഞാൻ കണ്ണ് തുറന്നില്ല. കണ്ണ് പൂട്ടി അടച്ച് ആ വണ്ടിക്കുള്ളിൽ ഇരിക്കുമ്പോൾ പുറത്തു നിന്നുള്ള ശബ്ദങ്ങൾ എനിക്ക് കേൾക്കാം. ആ ഡ്രൈവർ മിക്കവാറും പോയി കാണും, അദ്ദേഹം ഉണ്ടാകത്തില്ല എന്നുള്ള സംസാരങ്ങളൊക്കെ കേൾക്കാം. ഞാനൊരു 2-3 മിനിറ്റ്, കാരണം ആൾക്കാരെല്ലാം ഭയന്ന് നിൽക്കുകയാണ്. ആരും വന്നൊന്നും ഈ ഡോറൊന്നും തുറക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ഭയന്ന് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു ബോധം വരുന്നത് പോലെ തോന്നി. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എന്നെ ആരോ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഞാൻ വീണ്ടും പരിശുദ്ധ അമ്മയിലേക്ക്, ആ ചെറിയ ആ രൂപത്തിലേക്ക് നോക്കുന്നു. എനിക്കെന്തെന്നില്ലാത്ത ഒരു ധൈര്യവും ഒരു ശക്തിയും ഒക്കെ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ അകത്ത് നിന്ന് പറയുന്നുണ്ട്, ഈ ഡോറൊന്ന് തുറന്നതാ. ആരും കേൾക്കുന്ന, അവരൊക്കെ എൻ്റെ ഒരു പക്ഷെങ്കിൽ ഭയന്ന് നിൽക്കുകയാണ്. ആ ഒരവസ്ഥയിൽ ഞാനിങ്ങനെ ആ വണ്ടിക്കുള്ളിൽ കിടക്കുമ്പോൾ ഒരാൾ വന്ന് ഡോറ് ധൈര്യപൂർവ്വം അദ്ദേഹം എന്താ വരട്ടെ കാണാമെന്ന് പറഞ്ഞ് തുറന്നു നോക്കുമ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് മാറ്റിയിട്ട് ഇറങ്ങി, ഒരു പ്രശ്നവുമില്ലാതെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്നതാണ്. ഇറങ്ങി ചെല്ലുമ്പോൾ ആദ്യം തൊട്ട് നിലവിളിക്കുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഉടനെ അവർ എന്നെ നോക്കിയിട്ട് പറയുകയാണ്, ഇതൊരു ദൈവമനുഷ്യനാണ് എന്ന് പറയുകയാണ്. ഞാൻ പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത് കേട്ടപ്പോൾ പിന്നെ ഞാൻ ആരാണെന്ന് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു ബോധ്യം ഞാൻ അവരോട് പറഞ്ഞു. ഞാനൊരു വൈദികനാണ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അവരെന്നെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. അവിടെ വന്ന എല്ലാ മനുഷ്യർക്കും ഒരത്ഭുതം. കാരണം എനിക്കൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അവരെ എല്ലാവരും നിർബന്ധിക്കുകയാണ്, എവിടെ ഹോസ്പിറ്റലിൽ പോകണോ, എന്ത് വേണം ചെയ്യാൻ തരാം എന്നൊക്കെ പറയുമ്പോൾ ദൈവം, പരിശുദ്ധ അമ്മ എന്നെ കരങ്ങളിൽ എടുത്ത വലിയ ഒരനുഭവം ഞാനിപ്പോൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ താങ്ങി നടത്തുന്ന വലിയ അനുഭവമാണ് ഞാൻ ഈ കണ്ടത്. എൻ്റെ കൺമുമ്പിൽ കണ്ടത്, എൻ്റെ ജനങ്ങൾ കണ്ടത്. അപ്പോൾ ജനങ്ങളൊക്കെ പറയുന്നത്, അച്ഛൻ ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷ, അച്ഛൻ ഓരോ ദിവസവും ഈശോയെ കരങ്ങളിലെടുക്കുന്ന വ്യക്തിയാണ്, അച്ഛനെ ഈശോയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് എന്നെ അറിയാവുന്നവരും ഈ കാര്യങ്ങൾ അറിയുന്നവരും ഒക്കെ എന്നോട് പറഞ്ഞത്. അതും എൻ്റെ ദൈവവിളിയെ ബലപ്പെടുത്താനും എന്നെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു മാർഗമാണ് എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിയുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ജീവിതത്തിൽ ഒത്തിരി ദൈവ അനുഭവത്തിൻ്റെയും ദൈവ കരുതലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൊച്ചുനാളിൽ അച്ഛനായില്ലെങ്കിൽ അടുത്തൊരു പോലീസുകാരനാകണം, അല്ലെ ഒരു പട്ടാളക്കാരനാകണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അത് അച്ഛനായി കഴിഞ്ഞപ്പോഴും ആ ഒരു ആഗ്രഹം മനസ്സിൽ ഇടയ്ക്ക് എവിടേക്കോ ഇങ്ങനെ മുളച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സ്റ്റുഡൻസ് പോലീസിലൂടെ എനിക്ക് ഒരു SI റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാകാൻ സാധിച്ചു. യൂണിഫോം ഇടാനുള്ള ആ ഒരു വലിയ ആഗ്രഹം ഈശോ സഫലമാക്കി തന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും തമ്പുരാൻ സാധിച്ചു തരുന്നു. ഞാൻ തിരഞ്ഞെടുത്ത
തിരുവചനം, ഇതാ ഞാൻ എന്നെ അയച്ചാലും. ഈശോ ഈ കാലഘട്ടത്തിൽ ഞാൻ കരുതുന്നു കുറവും ബലഹീനതകളുമൊക്കെയുള്ള എന്നെ അവിടുത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ഒരു കൂട്ടുകാരന് കൂട്ടുപോയ എന്നെ, ദൈവവിളി ഉണ്ട് എന്നൊന്നും അവകാശപ്പെടാത്ത ഇരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് എന്നെ വിളിച്ചു. തീർച്ചയായിട്ടും ഓരോ ദൈവവിളിയിലും, ഓരോ ദൈവവിളിയുടെ പിന്നിലും തമ്പുരാൻ്റെ അദൃശ്യ കരങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവവിളി ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം.